മനസ്സിലായി. അപ്പോൾ അള്ളാഹുമ്മ അനിയല ദിക്രിക്ക, അള്ളാഹിനെ ഓർക്കാൻ, സ്മരിക്കാൻ, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ, ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് കൊണ്ട് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ പ്രാർത്ഥന അനർത്ഥമാക്കാൻ പറ്റിയ അവസരങ്ങൾ നമ്മളെ മുന്നിൽ എമ്പാടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം, ഒരു സഹോദരി ഫോൺ ചെയ്തു, നിങ്ങൾ ഇന്നെ ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നെട്ടിലൊട്ടി കിടപ്പിലായതാണ്. മുമ്പൊക്കെ നമ്മൾ പോയിനാണ്. കൊട്ടപ്പുറത്ത് അദ്രമാക്കപ്പോൾ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിലെ ഒരു സഹോദരി. നിങ്ങൾ താത്താനെയും കൂട്ടിയിട്ട് വരണം, വളരെ അത്യാവശ്യമാണ്. ആയിക്കോട്ടെ, ചെന്ന് പോയി നോക്കിയപ്പം പറഞ്ഞ്, എൻ്റെ നെട്ടൽ പൊട്ടിയിട്ട് കുറേ നിങ്ങൾക്ക് അറിയാലോ, അദ്രമാക്ക വരും സാധനം കൊണ്ടു തരലുണ്ട്. എൻ്റെ ചന്തിമരുടെ മുറി പോയിട്ട് എൻ്റെ എല്ലാ സംഗതിയും മുറിമ കൂടെയാണ് ഇപ്പോൾ പോണത്. നെട്ടൽ പൊട്ടി കിടക്കേണ്ട ഒരു സഹോദരി മൂത്രം പോണത് ആ മുറിമ കൂടെയാണ്, മലം പോണത് ആ മുറിമ കൂടെയാണ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ മുറിമ കൂടെയാണ്. മുറിമിൻ്റെ ആ ഭാഗവും ഒന്നിച്ചായിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ല, നിങ്ങൾ ആ ഡോക്ടറെ അങ്ങോട്ട് കൊണ്ടുവരണം, നിങ്ങളെ കമ്മിറ്റിയിലെ ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അത് പറയാനാണ് ഞങ്ങളെ വിളിച്ചതെന്ന്. അതിങ്ങനെ ഇന്ന് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ പിന്നെ അഷറഫൊക്കെ ഉണ്ട്, എൻ്റെ പെണ്ണുങ്ങളുണ്ട്, നമ്മളെ മക്കളുണ്ട്. ഒരു പെണ്ണിങ്ങനെ ഉണ്ട് പച്ചക്ക് പറയണം, എൻ്റെ മൂത്രം ഒഴിക്കുന്നതും എൻ്റെ വിസർജനവും എല്ലാം പോണത് എൻ്റെ മുറി, അവിടെ ഒരു മട അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഡോക്ടറെ കൊണ്ട് അടിയന്തരമായി നോക്കിപ്പിക്കണം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണേക്കാട്ടും കൂടുതൽ മനസ്സിലാവും നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ. നമ്മൾ മനസ്സിലാക്കണേക്കാട്ടും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹിനെ ഓർക്കാൻ പറ്റും, പഠിച്ചോനെ റബ്ബേ നമുക്കൊക്കെ ഇങ്ങനെ ഈ ശരീരത്തിൽ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പരസ്പരം ഒട്ടി ഒരു മുറിയിലോടത്ത് പോയിട്ട് ഒരു ഈച്ച തുറന്നാലുണ്ട്, അവിടേക്ക് ഒരു വെള്ളമായിക്കണമെങ്കിൽ ഒരു മുറിയിലോടത്തേക്ക് പോയിട്ട് വേറെ വിസർജ്യ വസ്തുക്കൾ പോയിട്ട് ഒരു മുറിമ പോയി നിൽക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് ഏതൊക്കെ രീതിയിൽ അനുഭവിക്കുക. ഇതാരാ ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളത്? അവനവൻ്റെ കൈ കൊണ്ടെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നിടത്തല്ലല്ലോ ഈ കാര്യങ്ങളുള്ളത്. അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹ്സിനി. നമ്മളിങ്ങനെ പറഞ്ഞു, പഠിച്ചോനെ എത്ര വലിയ കിട്ടലാണ് കിട്ടിയത്. അതിൻ്റെ കുറച്ച് മുമ്പ് വേറൊരു ഫോൺ വന്നിൻ്റെ സഹോദരൻ്റെ. ബിസ്മീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലേ, പഠിച്ചോൻ കഴിച്ചിലാകട്ടെ എന്ന്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ആ വിളിച്ച സഹോദരിക്ക് ഭർത്താവില്ല, ബാപ്പല്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, ആൺകുട്ടികളില്ല. നമുക്കെല്ലാം ഉണ്ടായിട്ട് നമ്മളെ ബുദ്ധിമുട്ടത്തിൽ നമ്മൾ ആലോചിക്കണം. ബാപ്പല്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, ആൺകുട്ടികളില്ല, ഭർത്താവും ഇല്ല. ആകെയുള്ളതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടീനെ കെട്ടിച്ച് പോയിട്ടുണ്ട്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റക്ക്, കൂട്ടിന് അള്ള മാത്രം. അവിടെ തീരുന്നത് 2 കിഡ്നി പോയതാണ്. 2 കിഡ്നിയും പോയിട്ട് 1.5 വിട്ട് ഡയാലിസിസ് ചെയ്യണം. ഇത്ര കാലം 4 മണിക്കൂർ ഡയാലിസിസ്, ഇപ്പം 5 മണിക്കൂറാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കൂർ മെഷീൻ്റെ മുന്നിൽ ഒറ്റ കിടത്താണ്, അനങ്ങാൻ വയ്യാത്ത കിടത്ത 5 മണിക്കൂർ. നമ്മളൊന്ന് ആലോചിക്കുക, എത്ര സമയം ഓർമ്മയിൽ 5 മണിക്കൂർ കിടക്കാൻ കഴിയും? ഉറക്കത്തിൽ 5 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. ഓർമ്മയിൽ 5 മണിക്കൂർ കയ്യിൽ 2 ഉപകരണം കയറ്റി വെച്ച്, അല്ല 2 ഇത് ക്ലിപ്പ് ഇട്ടൊക്കെ ഇട്ട് ചോര എടുക്കാനും ചോര പോയിട്ടും ചോര വന്നുകൊണ്ടും ഒരു മെഷീൻ്റെ വർക്കിങ്ങിൽ ആ മോണിറ്ററിൻ്റെ ഒച്ചയും കേട്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു മെഷീൻ്റെ മുന്നിൽ 5 മണിക്കൂർ നീർന്ന് കിടക്കപ്പെടുന്ന ഒരു സഹോദരിൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോയി കണ്ടാൽ കൂട്ടിന് അള്ള മാത്രം, പിന്നെ ഭൂമിയിലുള്ള കയ്യിലുള്ള സാധനം ഖുർആൻ മാത്രം. ഭൂമിയിൽ കയ്യിൽ കൂട്ടിന് വെച്ച സംഗതി പരിശുദ്ധ ഖുർആൻ മാത്രം. വീട്ടിലേക സമാധാനം അള്ള മാത്രം. ഈ സൗകര്യങ്ങൾ ഒത്തിച്ചിട്ട് നമുക്കൊരു ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ നമുക്ക് സമയം കിട്ടാതെ പോകലുണ്ടോ? നമ്മൾ ഒരു പരിശോധന നടത്തേണ്ടതാണ്. ഒരു ദിവസം ഈ കണ്ട എല്ലാ സൗകര്യങ്ങളും ഒന്നിച്ച് കിട്ടിയിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ സമയം കിട്ടുക. ഒരു ദിവസമെങ്കിലും ഒരു പേജ് ഓതാത്ത ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ആ ഓതിനനുസരിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കാനുള്ള ചിന്ത നമുക്ക് വന്നിട്ടില്ലേ? നമ്മൾ നന്നായിട്ട് ഭയപ്പെടേണ്ടതുണ്ട്. ആ സഹോദരി വിളിച്ച് ചോദിക്കുക, എന്താ ബിസ്മിൻ്റെ അവസ്ഥ? പൈസ ഇപ്പോൾ കിട്ടൂലല്ലോ, ഒരുപാട് ആളുകൾ നോക്കണ്ടല്ലോ, ആളുകളൊക്കെ വിഷമിക്കുമല്ലോ, എന്താ ഇപ്പോൾ ചെയ്യണം? പഠിച്ചോണ്ട് നോട്ട് നിരോധിച്ചല്ലോ, ഒരുപാട് രോഗികളുണ്ടല്ലോ, ഒരുപാട് ആൾ നമ്മൾ എന്ന് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതല്ലാതെ വഴിയില്ലാതെ ജീവിക്കണം. 100 കണക്കിൽ 10-100 ചില 200ൻ്റെ അടുത്ത് വരുന്ന കിഡ്നി രോഗികളുണ്ട്. 150ൻ്റെ താഴെ വരുന്ന സൈക്കാട്രി പേഷ്യൻസ് ഉണ്ട്. 150ഓളം വരുന്ന കിടപ്പിലായ മറ്റു രോഗികൾ, നട്ടലിന് ക്ഷതം പറ്റിയ ആളുകളുണ്ട്. ഒരുപാട് ക്യാൻസറും ട്യൂമറും വന്ന ആളുകളുണ്ട്. ഒരുപാട് ബുദ്ധിയില്ലാത്ത കുട്ടികളുള്ളവരുണ്ട്. 300 ചില്ലാനം വിധവകൾ വരെ മക്കളുണ്ട്. തീരദേശത്ത് പണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. റബ്ബേ, ഇവർക്കൊക്കെ അന്നം കൊടുക്കാൻ എന്തെങ്കിലും കിട്ടിയാലും ബിസ്മിയിൽ
ബാങ്കൊക്കെ ആരെങ്കിലും 1000-2000 ഒക്കെ അയച്ചു തന്നില്ല, അതൊക്കെ നിന്നു പോയല്ലോ. ഇനി എന്ത് ചെയ്യും പഠിച്ചോനെ? ഞായറാഴ്ച ഇവിടെ വരുന്ന പുതിയ ആവശ്യക്കാർ എന്ത് ചെയ്യും റബ്ബേ? നമ്മളെല്ലാം പ്രവർത്തകന്മാരാണ്, പക്ഷെ നമ്മളെല്ലാം ആവശ്യക്കാർ. സന്തുമുൽ ഫുഖറാഇലല്ലാഹ് ഹുവല്ലാഹുൽ ഗനിയ്യുൽ ഹമീദ്. നമ്മളെല്ലാം ഫുഖറാക്കളാണ്, നമ്മളെല്ലാം ആവശ്യക്കാരാണ്. ഇലല്ലാ, അള്ളാഹുലേക്ക്. അള്ളാഹു തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഫക്കീറാണ്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ എന്തിനാണ് എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യമല്ല നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യം. നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചവൻ്റെ ആവശ്യക്കാരാണ്. ഇത്തരം അനുഗ്രഹങ്ങൾ തന്ന നമ്മൾ മുന്നിൽ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മളെ നിലപാടും നമ്മളെ നടപടികൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തി നമ്മൾ കർമ്മരംഗത്ത് ഇറങ്ങി നമ്മൾ അമലുസ്വാലയത്തിന് പ്രേരിപ്പിക്കണം. അമലുസ്വാലയത്തില്ലാതെ ആമനു എന്നുള്ള രീതിയിലല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് നോക്കിയാൽ ആമനുൻ്റെ ഒപ്പം പറഞ്ഞ അമലുസ്വാലത്ത് പഠിച്ചോനെ കഴിഞ്ഞ എൻ്റെ 20 കൊല്ല കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ എൻ്റെ 10 കൊല്ല കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 5 കൊല്ല ഘട്ടങ്ങളിൽ, പഠിച്ചോനെ കഴിഞ്ഞ ആഴ്ചകൾ, പഠിച്ചോനെ കഴിഞ്ഞ ഇന്നലകൾ, എൻ്റെ മുന്നിൽ എത്ര അവസരം കിട്ടിയ പഠിച്ചോനെ, ആ അവസരങ്ങളെല്ലാം ഞാൻ വിട്ടല്ല പഠിച്ചോനെ എന്ന് മനുഷ്യൻ വിരൽ കടിക്കുന്ന സമയം വരും. ഇന്നലെ എനിക്കൊരു സംഗതി ചെയ്യായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ വർത്തമാനം പറയായിരുന്നല്ലോ, അതിൻ്റെ മുമ്പത്തെ ആഴ്ച എനിക്ക് ചെയ്യാമായിരുന്നു. ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ബാക്കോട്ട് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കിട്ടാനുള്ളതിലുപരി നമ്മൾ ആലോചിക്കും പഠിച്ചോനെ കഴിഞ്ഞു പോയ കാലത്ത് എനിക്ക് ഇന്നതൊക്കെ ചെയ്യും. ഞാനത് ആലോചിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഞാൻ എമ്പാടെ ആലോചിക്കും പഠിച്ചോനെ എനിക്ക് വയസ്സ് 53 തുടങ്ങി. റബ്ബേ ദിവസങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടാണല്ലോ റബ്ബെ നിൽക്കണത്. എൻ്റെ മനസ്സെത്തുന്നോടത്ത് എൻ്റെ ശരീരം എത്തണില്ലല്ലോ, എൻ്റെ ബുദ്ധിൻ്റെ ഓർമ്മശക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പഠിച്ചോനെ, ആയ കാലത്ത് ഒന്നും കൂടി ചെയ്യാനല്ലോ പഠിച്ചോനെ. പഠിച്ചോനെ എൻ്റെ ഒരു ഫോണിനൊരു ബലമുള്ള സമയം ഉണ്ടായിരുന്നു, എൻ്റെ സംസാരത്തിനൊരു ബലമുള്ള സമയം ഉണ്ടായിരുന്നു. പഠിച്ചോനെ എൻ്റെ കയ്യും കാലും ഞാൻ പറഞ്ഞ കേട്ട സമയം ഉണ്ടായിരുന്നു, എൻ്റെ ബുദ്ധി ഞാൻ പറഞ്ഞ സമയത്ത് കേട്ടിരുന്നു. പഠിച്ചോനെ എൻ്റെ ബുദ്ധിക്ക് വന്നു. പഠിച്ചോനെ കാഴ്ചശേഷി നഷ്ടപ്പെട്ടു, പഠിച്ചോൻ്റെ കേൾവിശേഷി നഷ്ടപ്പെട്ടു, പഠിച്ചോനെ സംസാരിക്കാനുള്ള വിഭവം നഷ്ടപ്പെട്ടു, പഠിച്ചോനെ പരാശ്രയമില്ല ശ്വാസം വലിക്കാണ്ട് ശ്വാസം വലിക്കാനുള്ള ആ അവസ്ഥ പഠിച്ചോനെ നഷ്ടപ്പെട്ടു. മറ്റുള്ള ആളുകളെ പരാശ്രയം കൂടാതെ തന്നെ മലമൂത്ര വിസർജനം നടത്താനുള്ള അവസരങ്ങൾ എമ്പാടുണ്ടായിരുന്നു റബ്ബേ. അന്ന് ഞാനിതൊന്നും ചെയ്യാൻ പറ്റില്ല പഠിച്ചോനെ. ആരെയും ആശ്രയിക്കാതെ വിചാരിച്ചോടത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ അവസരങ്ങളുണ്ടായിരുന്നു പഠിച്ചോനെ. ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും തന്നെ റബ്ബേ. ഇന്നിതാ ഞാൻ ഖേദിക്കണമെന്ന് പറയാം. എടാ ബിസ്മിലൊരാളും വരരുത്, ബിസ്മിലൊരാൾക്കും വരരുത്. അത് വരാത്തത്ര പ്രവർത്തിക്കാനുള്ള പ്രവർത്തന മേഖല അന്ന് എനിക്കൊരു ഇൽമുണ്ടായിരുന്നു റബ്ബേ. ആ ഇൽമ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, ഞാനത് പറഞ്ഞു കൊടുത്തില്ലല്ലോ. ആ സമയം ഇങ്ങനെ പറയുമ്പോൾ ആ സമയം നമ്മളെ മുന്നിൽ വേട്ടയാടിക്കൊണ്ട് ഇങ്ങനെ നോക്കുകുത്തികളായിട്ട് വരും. പഠിച്ചോൻ എൻ്റെ സംസാരം ഞാൻ ഉപയോഗിച്ചത്, പഠിച്ചോൻ എൻ്റെ ബുദ്ധി ഞാൻ ഉപയോഗിച്ചതിന് മാത്രമാണ്, പഠിച്ചോൻ എൻ്റെ ബന്ധങ്ങൾ ഞാൻ ഉപയോഗിച്ചതിന് വേണ്ടി മാത്രമാണ്, പഠിച്ചോൻ എൻ്റെ സ്വാധീനം ഞാൻ ഉപയോഗിച്ചതിന് വേണ്ടി മാത്രമാണ്. പഠിച്ചോനെ ആ ബന്ധങ്ങളും സ്വാധീനവും കാഴ്ചയും കേൾവിയും എല്ലാം ഞാൻ എൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബേ എന്ന് നമ്മൾ ഖേദിക്കണ ഒരു രംഗം നമുക്ക് വരും. ആ ഒരവസ്ഥ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു സഹോദരൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി. കഴിഞ്ഞ ഞായറാഴ്ചയോടെ വന്നൊരു സഹോദരൻ്റെ. ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ കാലിന് വല്ലാത്ത മുറി നിങ്ങൾക്കറിയാലോ, ഇന്ന് മൗലവിയോട് ദ്വാരക്കാൻ വേണ്ടി വന്നതാണ്. 2 കാലിനും മാരകമായ രോഗം വന്നിട്ട് സ്വന്തം കാലിൽ നടക്കാൻ പറ്റാത്തൊരു സഹോദരൻ ഞായറാഴ്ചയോടെ വന്നു കണ്ടു. ഞാൻ കാലിൻ്റെ ഉള്ളിൽ മുറി വന്നിട്ടുണ്ട്, ആ മുറിൻ്റെ ഉള്ളിൽ പുഴുക്കൾ വന്നിട്ടുണ്ട്. പുഴുക്കൾ സാധാരണ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട്, പക്ഷേ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ പുഴു എടുക്കാൻ കഴിയില്ല, ഉള്ളിലേക്ക് ഒളിച്ചു പോവാണ്. ആ പുഴു എടുക്കാൻ കഴിയും, ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ അടിയന്തരമായിട്ട് ആസ്പത്രിയിൽ പോകണം. ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വണ്ടിക്ക് പോയിക്കോളി, പൈസ കൊടുത്ത് നിങ്ങൾ പോയിക്കോളി, നാളെ അഡ്മിറ്റ് ചെയ്തോളി, സാമ്പത്തികത്തിൻ്റെ പേരിൽ നിങ്ങൾ ചികിത്സ കിട്ടാതെ പോകില്ല. അങ്ങനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പഠിച്ചോനെ ക്യാൻസർ രോഗം തരില്ല റബ്ബെന്ന് ഞാൻ ദ്വാരക്കല്ലേ. പിന്നെ കിഡ്നിയെ പറ്റി പഠിച്ചോനെ കിഡ്നി രോഗം തരില്ല റബ്ബെന്ന് ഞാൻ ദ്വാരക്കല്ലേ. ഇപ്പം ഞാൻ ആഗ്രഹം പഠിച്ചോനെ ഇന്നെ മണക്കണൊരവസ്ഥ, എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾ, ആൾ കടന്നു വരുമ്പോൾ, റഫീഖ് കടന്നു വരുമ്പോൾ ഞാൻ നിൽക്ക് വരല്ലേ, ഞാൻ സ്പ്രേ അടിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശരീരവും പരിസരവും സ്പ്രേ അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാൻ മാത്രം ഉള്ളൊരവസ്ഥ തരില്ല പഠിച്ചോനെ എന്നുള്ള ഇപ്പോഴത്തെ പ്രാർത്ഥന. സ്വന്തം ശരീരത്തിൽ ജീവനുള്ള മനുഷ്യന് 1, 2, 3, 10 പുഴുക്കളാണ് ശരീരത്തിൽ, കാലിനുള്ളിൽ. ഞാനൊരു രോഗിയായിട്ട് കിടക്കണമാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഞാൻ രോഗിയല്ല, ഞാൻ വളരെ ആത്മസംതൃപ്തിയിലാണ്. ഈ ഒരു ജീവനുള്ള മനുഷ്യൻ്റെ മേത്തുനിന്ന് പുഴു എടുക്കണെ പറ്റിയൊക്കെ വർണ്ണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഞാൻ രോഗി എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ വളരെ ധൈര്യത്തിലാണ്. അല്ലാതെ ഞാൻ രോഗിയായി എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ വളരെ ധൈര്യത്തിലാണ്, എനിക്കൊരു പ്രശ്നമില്ല.
ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ദിക്ർ ചെല്ലുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, കിടന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി ചെയ്യും. ഞാൻ വളരെ സംതൃപ്തിയിലാണ്. നമ്മൾ ഓർക്കുക അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, അത് പ്രവർത്തിക്കാനും കൂടിയാണ്. അതിൽ വെച്ച് ഒരു പാഠം, 12 വയസ്സായ ഒരു കുട്ടി വാപ്പാൻ്റെ കാലുമൊന്ന് പുഴു എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 12 വയസ്സായ ഒരു കുട്ടി കുടിലേറ്റ് ഉമ്മ അടുപ്പ് തന്നെ കടിക്കണമെന്ന് പറയുമ്പോൾ ഉമ്മ വന്നിട്ട് കുട്ടിയെ കുടിലേറ്റ് വരും. 7 വയസ്സായ ഒരു പെൺകുട്ടി, 2 പഠിച്ച കുട്ടി ഇപ്പാക്ക് ചൊറിയുണ്ടെന്ന് പറയുമ്പോൾ കുടിലേറ്റ് വന്നിട്ട് നമ്മളൊന്ന് കണ്ണുകൊണ്ട് മര്യാദയ്ക്ക് നോക്കാൻ നമുക്ക് ധൈര്യം വരാത്ത ഭാഗങ്ങളിലുള്ള മുറി, കാൽമേലുള്ള മുറി എടുത്തിട്ട് ആ കുട്ടി എടുക്കും. 7 വയസ്സായ കുട്ടി, 11 വയസ്സായ കുട്ടി ഉപ്പൻ്റെ കാലം വന്നിട്ട് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, മക്കളെ ബാപ്പാനെ നോക്കിയാൽ കൂലി ഇട്ടിട്ടോ, ഈ ബാപ്പാനെ നോക്കിയാൽ കൂലി ഇട്ടിട്ടോ, നിങ്ങൾ ബാപ്പാനെ വെറുക്കരുത് കേട്ടോ. അല്ല ആലോചിച്ചൊക്കെ ഉണ്ട്, ബാപ്പാനെ വെറുക്കരുതെന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം.